മലപ്പുറം മാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ പശ്ചിമഘട്ടത്തിനോട് ചേർത്തുകൊണ്ട് ഈ ഒരു ബെൽറ്റ്, അതിൽ കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്. ആ ഒരു ബെൽറ്റിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിത് കണ്ടെത്തുന്നത് കൊണ്ടാണല്ലോ, ഈ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മൾ രോഗം കണ്ടെത്തുന്നതും ചികിത്സ നൽകുന്നതും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ, 2023 കോഴിക്കോട് ഔട്ട് ബ്രേക്കാണ്. അതിൻ്റെ ഫലമാണ് ഇതിൻ്റെ മെച്ചമായിട്ട് നമുക്ക് പറയാനുള്ളത്. ലോകത്ത് തന്നെ നിപ്പായുടെ മരണനിരക്ക് 90%, 70% താഴെ കുറഞ്ഞിട്ടേയില്ല. ഏറ്റവും കൂടുതൽ 95%, 98% ഒക്കെയാണ് മരണനിരക്ക്. അപ്പോൾ 100 പേർക്ക് രോഗമുണ്ടായാൽ 98 പേരും മരിക്കുന്നതാണ്, അല്ലെ 95 പേരും മരിക്കുന്നതാണ് ആഗോളതലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇതുണ്ടായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ. പക്ഷെ 2023 കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ, വ്യാപനം ഉണ്ടായപ്പോൾ മരണനിരക്ക് 33% പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. ലോക ചരിത്രത്തിലില്ല, നിപ്പയുടെ ചരിത്രത്തിൽ 2023 അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം തന്നെ രോഗം കണ്ടെത്തി, രോഗിക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റിവൈറൽ ഡ്രഗ്സ് നൽകി. ഒരു ഔട്ട് ബ്രേക്ക് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് കണ്ടെത്തുകയാണ്, ആദ്യത്തെ കേസ് കണ്ടെത്തി. അതുപോലെ ആൻറ്റിവൈറൽ ഡ്രഗ്സ് നൽകി. ഇപ്പോൾ ഈ പാലക്കാട് രോഗി പേഷ്യൻ്റ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ. നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകി. ഇന്ന് രാവിലെയാണ് രണ്ടാമത്തെ ഡോസ്. ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി 12 മണിയായപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുത്തു കഴിഞ്ഞു, രണ്ടാമത്തെ ഡോസും. കഴിഞ്ഞ ദിവസം 1ാം ഡോസും കൊടുത്തിരുന്നു. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംവിധാനം ആ നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വവ്വാലുകളാണ് ഇതിൻ്റെ സ്രോതസ് എന്നുള്ളത് നമുക്കറിയാം. എവിടെയും ഉണ്ടാകാം, എവിടെയും അത് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. ഞാനിവിടെ എത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു, മറ്റൊരു പാലക്കാട് നിന്നുള്ള കേസ് മലപ്പുറത്ത് വന്ന് ട്രീറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഒരു രോഗവ്യാപനം ഉണ്ടായി ആളുകൾ ഇവിടെ മരണമടയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 2023 33% നമ്മുടെ മരണനിരക്ക്, 90% ആഗോളതലത്തിൽ ഗ്ലോബലി. ഇത് ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും അതിനെ പ്രതിരോധിക്കേണ്ട സമയമാണ്. ഒറ്റക്കെട്ടായി, ഇതൊരു പകർച്ചവ്യാധിയാണ്. ഒറ്റക്കെട്ടായിട്ട് വലിയ മോർട്ടാലിറ്റിയുള്ള, വലിയ മരണനിരക്കുള്ള ഈ പകർച്ചവ്യാധിയെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി നാം പ്രതിരോധിക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അതല്ല, ഇങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ളത്, എൻ്റെ ലക്ഷ്യം ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു വഴുതിൽ പോലും ഒരാളും, അതായത് വൈറസ് ബാധിച്ച ഒരു പേഷ്യൻറ്റിൽ നിന്ന് വൈറസ് മറ്റൊരാളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആൾ നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്, നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പഴുതടച്ചുള്ള പ്രവർത്തനം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നടത്തേണ്ട സമയമാണ്. ഇനി അതല്ല, ആയിക്കോട്ടെ, തടയണമെങ്കിലും ഞാൻ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.